10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ വഴി ചോർന്നതിൽ കെഎസ്യുവിന്റെ പ്രതിഷേധം. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് DDA പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. പോലീസും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. ഈ ട്യൂഷൻ സെന്ററുകൾക്ക് വരികയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അതെവിടെ കിട്ടുന്നതാണ്. അത് പറയുന്നത് ആദ്യമായിട്ടല്ല ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ഓണപരീക്ഷയുടെ സമയത്ത് ഇതേ പ്രശ്നം ഉന്നയിച്ച് ഞങ്ങൾ വന്നു, നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് വന്നു. സാർ തന്നെയായിരുന്നല്ലോ ആ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. വന്നു, നടപടി ഉണ്ടായില്ല. ഇത് നിരന്തരമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇത് നടപടി എടുക്കുക. ഇതേ DD ആണ്. ഇയാൾക്ക് എന്താ പണി? കോഴിക്കോട് നിന്നാണ്, കോഴിക്കോട് സർവ്വശിക്ഷാ അഭിയാനിന് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നിടത്താണ് ഇതൊക്കെ ചോരുന്നത്. DDക്ക് എന്താ പണി? ആ DDനെ കാണാൻ വരുമ്പോൾ ഒരാളെ കാണാൻ പറ്റും, രണ്ടാളെ കാണാൻ പറ്റും. ഇയാള് സർക്കാരിന്റെ സർവന്റ് അല്ലേ, സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? ജില്ലയിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ കേൾക്കേണ്ട ആളല്ലേ? ഇയാളല്ലാണ്ട് വേറെ ആരാ കേൾക്കുക? ആയിക്കോട്ടെ, കണ്ടിട്ടോ പോകുള്ളൂ. നിങ്ങൾ എത്ര അവസരം മതി. ഷിത ജഗത് വിവരങ്ങൾ നൽകും. ഷിത, ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണോ KSU പ്രവർത്തകരുടെ ഉപരോധം? ദിവ്യ, ഈ ക്രിസ്മസ് പരീക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 10ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറുകളുടെ അതേ ചോദ്യങ്ങൾ, അതായത് ചോദ്യപേപ്പർ വന്ന അതേ ചോദ്യങ്ങൾ തലേ ദിവസം തന്നെ ഒരു ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ചാനലിലൂടെ ക്രമം തെറ്റാതെ വന്നു എന്നുള്ളതാണ് KSUവിന്റെ പരാതി. അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KSU കോഴിക്കോട് DDയെ ഉപരോധിക്കുന്നത്. ഈ 10ാം ക്ലാസ് മാത്രമല്ല, 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, +1 കണക്ക് പരീക്ഷകളുടെ ചോദ്യങ്ങൾ കൃത്യമായി തന്നെ അതേപോലെ തന്നെ വരുന്നു. തലേ ദിവസമാണ് ഇത് പ്രവചിക്കുന്ന രീതിയിൽ, ചോദ്യങ്ങൾ പ്രവചിക്കാമെന്നുള്ള രീതിയിൽ ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്റർ ഈ ചോദ്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതേ ക്രമത്തിൽ തന്നെ പിറ്റേ ദിവസം സ്കൂളുകളിൽ കുട്ടികൾക്ക് എഴുതാൻ കിട്ടിയിരിക്കുന്ന ചോദ്യപേപ്പറിൽ അതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ KSU പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. ആ പരാതി മാത്രമല്ല, അതൊരു വാസ്തവം കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഓണപരീക്ഷയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഇത് അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അന്നൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോഴിക്കോട് DDയെ KSU പ്രവർത്തകർ ഉപരോധിക്കുന്നത്. ഇപ്പോൾ DDA ഓഫീസിന് മുന്നിലേക്ക് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പോലീസ് അവരെ തടയുകയും ചെയ്തു. എന്നാൽ DDയെ കാണാതെ തിരിച്ചു പോകില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത്. അവർ ഇപ്പോൾ DDയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSUവിന്റെ പ്രതിഷേധം. കോഴിക്കോട് DDയെ ഉപരോധിക്കുകയാണ്. അന്വേഷണം പ്രഖ്യാപിക്കണം എന്നാണ് ആവശ്യം. അതില്ലാതെ DDയെ കണ്ട് സംസാരിക്കാതെ അവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നാണ് അവരുടെ നിലപാട്. ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത്.